നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്ഷേത്ര ഉത്സവത്തിനിടെ ഉന്തും തള്ളും ബഹളവും ഉണ്ടാകുന്നത് ഇപ്പോൾ അത് പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ചിലതൊക്കെ തന്നെ വലിയ ഒരു വഴക്കുകളിൽ കലാശിക്കുകയും പോലീസ് ഇടപെടേണ്ട അവസ്ഥ വരെ എത്താറുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ ക്ഷേത്ര പരിസരത്തുണ്ടാകുന്ന ഈ ഒരു അടിപിടിയൊക്കെ തന്നെ പിന്നീട് ഓരോ വർഷം കൂടുന്തോറും അത് പ്രതികാരമായിട്ട് അതിരിക്കുന്നു, തിരിച്ചടിക്കുന്നു, ഇങ്ങനെ തുടർന്നു പോവുകയാണ് പതിവ്. ഇപ്പോഴിതാ ക്ഷേത്ര ഉത്സവത്തിനിടെ മർദ്ദനമേറ്റ വിദ്യാർത്ഥി മരിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കൊല്ലം കുന്നത്തൂർ ഐവർക്കാല കിഴക്ക് കിച്ചപ്പള്ളി ക്ഷേത്രത്തിന് സമീപം സോപാനം വീട്ടിൽ ജയസേനൻ രജനി ദമ്പതികളുടെ മകൻ ഹരികൃഷ്ണനാണ് മരിച്ചത്. 18 വയസ്സ് മാത്രമാണ് ഈ മകന്റെ പ്രായം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. കഴിഞ്ഞ തിങ്കൾ പുലർച്ചെ മരുത്തടി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ഘോഷയാത്രക്കിടയിലാണ് സംഭവം ഉണ്ടാകുന്നത്. അക്രമി സംഘം പരിപാടിക്കിടെ ഹരികൃഷ്ണനുമായി പ്രശ്നമുണ്ടാക്കിയിരുന്നു. തുടർന്ന് സംഘം ചേർന്നെത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്കടിയേറ്റ ഹരികൃഷ്ണൻ ഉടൻ ബോധരഹിതനായി വീഴുകയും ചെയ്തു. തടിക്കഷ്ണം കൊണ്ട് ഹരികൃഷ്ണന്റെ തലയ്ക്ക് അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തും വന്നിരുന്നു. സംഭവത്തിൽ 2 പേരെയാണ് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിരുന്നത്. അടൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ള ഹരികൃഷ്ണൻ. സംഭവത്തിൽ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്താൻ പോലീസ് തീരുമാനിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം മരുത്തടി ക്ഷേത്രത്തിലെ തിരുവാഭരണ ഘോഷയാത്ര നടക്കുകയായിരുന്നു. അതിനിടയിലാണ് മനസാക്ഷിയെ നടുക്കിയ ഈ ഒരു അക്രമം നടന്നത്. സഹോദരിക്കൊപ്പം ഉത്സവം കാണാനെത്തിയ ഹരികൃഷ്ണനെ ഒരു സംഘം തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും തുടർന്ന് ഓഡിറ്റോറിയത്തിന് സമീപം വെച്ച് തടിക്കഷ്ണം കൊണ്ട് തലയ്ക്കടിക്കുകയുമായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് ഈ പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ഈ പറയുന്ന യുവാക്കൾ സംഘം ചേർന്ന ഈ പറയുന്ന വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും മുൻ വൈരാഗ്യം ഇവർക്കുണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ തന്നെ ഇനി പോലീസ് വിശദമായി അന്വേഷിച്ചു വരേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു തർക്കത്തിലേക്കും അല്ലെങ്കിൽ വലിയൊരു അടിപിടിയിലേക്ക് നയിക്കാനുള്ള കാരണങ്ങൾ എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി ഇനി പോലീസ് അന്വേഷിച്ച് വരികയാണ്. വികലാംഗരായ മാതാപിതാക്കളുടെ ഏക പ്രതീക്ഷയായിരുന്നു ഈ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന മകൻ. അക്രമവുമായി ബന്ധപ്പെട്ട മരുത്തടി സ്വദേശികളായ സുനിൽ കുമാർ 58, രതീഷ് 51 പ്രായം എന്നിവരെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, 58, 51 വയസ്സ് പ്രായമുള്ള ഈ പറയുന്ന വ്യക്തികൾ ചേർന്നാണ് വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ ഒരു പയ്യനെ ഇത്തരത്തിൽ തടിക്കഷ്ണം കൊണ്ട് അതിക്രൂരമായി തലയ്ക്കടിച്ചു വീഴ്ത്തി ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. വികലാംഗരായിട്ടുള്ള മാതാപിതാക്കളാണ്, സഹോദരി മാത്രമാണുള്ളത്. അവരുടെ കൂടെയാണ് ഉത്സവം കാണാൻ എത്തിയത്. ഇതിനിടയിലാണ് ആ മാതാപിതാക്കളെ തേടി ഈ ഒരു വാർത്ത എത്തുന്നത്. എന്നാൽ അക്രമി സംഘത്തിൽപ്പെട്ട മറ്റു 4 പേർ കൂടി ഒളിവിലാണെന്നാണ് വിവരം. ഹരികൃഷ്ണൻ മരിച്ചതോടെ ഇവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും ബന്ധുക്കളും പ്രതിഷേധത്തിലാണ്. ശക്തികുളങ്ങര ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. മരുത്തടി ക്ഷേത്രത്തിലെ തിരുവാഭരണ ഘോഷയാത്രക്കിടെയാണ് അനിഷ്ട സംഭവങ്ങളുടെയൊക്കെ തന്നെ തുടക്കം ഉണ്ടായത്. ഉത്സവം കൂടാൻ സഹോദരിയോടൊപ്പം എത്തുമ്പോഴായിരുന്നു ഇത്തരത്തിൽ മദ്യപിച്ചെത്തിയ ഒരു സംഘം ഹരികൃഷ്ണനെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത്. സഹോദരൻ ഇടപെട്ട പ്രശ്നം പരിഹരിച്ചു മടങ്ങിയെങ്കിലും പിന്നീട് പ്രതികൾ ഇവരെ ഓഡിറ്റോറിയത്തിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിനിടെയാണ് തടിക്കഷ്ണം കൊണ്ട് തലയ്ക്ക് മാരകമായി അടിയേറ്റ ഹരികൃഷ്ണൻ സംഭവ സ്ഥലത്ത് തന്നെ ബോധരഹിതനായി വീണത്. അക്രമം നടന്ന് 4 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ വ്യാപക പ്രതിഷേധമുയരുന്നുണ്ട്. പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനമാണ് അറസ്റ്റ് വൈകാൻ കാരണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നു. ഹരികൃഷ്ണന്റെ മരണം ഉറപ്പായതോടെ പ്രതികൾ ഒളിവിൽ പോയതായാണ് സൂചന. പ്രതികൾക്കെതിരെ ഇപ്പോൾ കൊലപാതക കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഊർജിതമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി ഇന്ന് ഉത്സവ പറമ്പുകളിലും
അല്ലെങ്കിൽ ഇത്തരത്തിൽ അമ്പലങ്ങളുടെ ഘോഷയാത്രകളുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിക്കിടെയൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഒരുപാട് അമ്മമാരും കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ആളുകളൊക്കെ തന്നെ ഉത്സവം അതിൻ്റെ ഭക്തിപൂർവമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ ഒരു കൂട്ടം ആൾക്കാർ അതിനെ നശിപ്പിക്കാനായിട്ട് മദ്യപിച്ച് മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് എത്തുന്നത് അത് കൃത്യമായിട്ട് തന്നെ പോലീസ് നടപടി അവർക്കെതിരെ എടുക്കണം. കാരണം നല്ലൊരു സമാധാന അന്തരീക്ഷത്തെ തകർക്കാനാണ് ഇത്തരത്തിലുള്ള പ്രതികൾ ശ്രമിക്കുന്നത്. ഇതിപ്പോൾ ഒരു ചെറിയ വശത്ത് നിന്ന് ഒരു ചെറിയ ഇത്തരത്തിലുള്ള അടിപിടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നീട് അങ്ങോട്ട് മറ്റുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മേത്തേക്കും കൂടെ വീഴാനുള്ള സാധ്യതയും ഇവിടെ വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും ഇത്തരക്കാർക്കെതിരെ പല ഇത്തരത്തിലുള്ള ക്ഷേത്രോത്സവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ പോലീസ് ഉണ്ടാകും. പക്ഷേ എന്നിരുന്നാലും പലപ്പോഴും പോലീസിന് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന കാഴ്ചയും കാണാനായിട്ട് സാധിക്കാറുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി തന്നെ എടുക്കണം. തീർച്ചയായും ഇതൊന്നും തന്നെ വെച്ചുപൊറുപ്പിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഒളിവിൽ പോയിട്ടുള്ള പ്രതികളെയും എത്രയും വേഗത്തിൽ തന്നെ പോലീസ് പിടികൂടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.